hello. Welcome back to our family. It's me, Mariani. അപ്പോൾ കുറേ കാലമായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഷോർട്സിൽ ഞാൻ ഡെയിലി ഒരു വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ലോങ് വീഡിയോസ് സാധിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. പല കാരണങ്ങൾ കൊണ്ട്. ഇന്ന കാരണം എന്ന് പറയാനില്ല, മടി ഉണ്ട്, അങ്ങനെ പല കാരണങ്ങൾ. അപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് നമ്മുടെ ചാനലിൽ അങ്ങനത്തെ കണ്ടന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട്, അങ്ങനെ വെറൈറ്റി കണ്ടന്റ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല കേട്ടോ. നോർമലായിട്ട് ഇപ്പം എല്ലാവരും ഓർഡർ ചെയ്യുന്ന പോലെ ഞാനും എൻ്റെ കുറച്ച് എസെൻഷ്യൽസ് purple.com ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഡറിനെ കുറിച്ച് ആദ്യം എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. വേറൊന്നല്ല, ഇത് ഞാൻ കാത്തിരുന്ന് എൻ്റെ കയ്യിൽ എത്തിയ പ്രൊഡക്റ്റാണ്. എത്തിയ ബോക്സ്. കാരണം എന്താണെന്നറിയോ, ഈ ബോക്സ് ആദ്യം ഞാൻ ഓർഡർ ചെയ്തു. പിന്നെ എന്തോ ഇഷ്യൂ കാരണം എനിക്ക് അവരുടെ കോൾ വന്നിട്ടുണ്ടായിരുന്നില്ല, ഡെലിവറി ഏജൻസിൻ്റെ കോൾ വരലുണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് റിട്ടേൺ ആയിപ്പോയി. അപ്പം എനിക്ക് വിഷമമായി. പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊന്നുകൂടെ ഓർഡർ ചെയ്യാം. ഒന്നുകൂടെ ഓർഡർ ചെയ്തു. ഒക്ടോബർ 19 കേട്ടോ എനിക്കിത് ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 19th ഒരു കോൾസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 20th ഉണ്ടായിരുന്നില്ല, 21st ഉണ്ടായിരുന്നില്ല. അപ്പം 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 21st ഞാൻ ഈവനിങ് ഒരായപ്പോഴേക്കും ഞാൻ അവരെ കസ്റ്റമർ കെയർക്ക് വിളിച്ചിട്ട് അവരുടെ ഏജന്റിനോട് ഞാൻ സംസാരിച്ചിട്ട് അവർ പറഞ്ഞു വി വിൽ റീച്ച് യുവർ. ഇംഗ്ലീഷിലൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഇംഗ്ലീഷ് ഇങ്ങനെ പെട്ടെന്ന് ഒരാൾ സംസാരിക്കുമ്പോൾ എനിക്ക് ബബ്ബ അടിക്കും. കാരണം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ നല്ല ഇംഗ്ലീഷ് പറയുന്ന ആളായിരുന്നു. എനിക്ക് കുറച്ചൊക്കെ അറിയെങ്കിലും എനിക്കിങ്ങനെ സംസാരിക്കുമ്പോൾ ബബ്ബ അടിക്കുന്ന സ്വഭാവമുണ്ട്. പിന്നെ ഞാൻ തട്ടിക്കൂട്ടി ഒപ്പിച്ച് സംസാരിച്ചു. അവർ റീഷെഡ്യൂൾ ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ പർപ്പിളിൽ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു, റീ അറ്റംപ്റ്റ് വേണോ വേണ്ടി പറഞ്ഞിട്ട്. അപ്പം ഞാൻ റീ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം 22nd എനിക്ക് കോൾ വന്നു കേട്ടോ. അവരുടെ കോൾ വന്നിട്ട് അവർ എവിടെയോ നിൽക്കുന്നുണ്ട്, എവിടെ പ്രോപ്പർ സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ പ്രോപ്പർ സ്ഥലം പറഞ്ഞു കൊടുത്തപ്പോഴേക്കും അവർ അവിടെയാണോ എന്നാൽ ശരി ഞാൻ ഇപ്പോൾ വിളിക്കാട്ടു പറഞ്ഞ് അവർ കട്ടാക്കി. അപ്പം എനിക്കിങ്ങനെ ഡൗട്ട് അടിച്ചു. കാരണം ഈ ഓർഡറിന് മുമ്പ് വേറൊരു ഓർഡർ ചെയ്തിട്ട് ഇതേ പാക്കല്ല, ഇതിന് വേറൊരു സാധനം. എന്നിട്ട് ഞാൻ പർപ്പിളുടെ സ്റ്റോറിൽ പോയി വാങ്ങാട്ടോ ചെയ്തത്. അപ്പോൾ അത് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ഇതേപോലെ ഇഷ്യൂ ഉണ്ടായ. അപ്പം ഞാൻ അവരെ അപ്പം തന്നെ തിരിച്ചു വിളിച്ചു ചോദിച്ചു, ചേട്ടൻ നിങ്ങൾക്ക് ഓർഡർ കൊണ്ടുവന്ന് തരാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യം എനിക്ക് പറഞ്ഞു. അതായത് ഞാൻ അഡ്രസ്സ് കൊടുത്തതിൽ എന്തോ ഇഷ്യൂ ഉണ്ട്. നമ്മൾ കൊടുത്ത അഡ്രസ്സ് ഞാൻ പൊതുവെ എല്ലായിടത്തും കൊടുക്കുന്ന അഡ്രസ്സ് തന്നെയാട്ടോ കൊടുത്തത്. പക്ഷെ അത് പർപ്പിളിൽ കിട്ടുമ്പോൾ അവർ വേറെ സ്ഥലത്ത് അത് പോയി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കാരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ചേട്ടാ കുഴപ്പമില്ല, ഞാൻ നിങ്ങളുടെ മറ്റേ ഡെലിവറി ആ ഒരു ഗോഡൗണിൽ ഞാൻ വന്ന് വാങ്ങിക്കോളാം, നിങ്ങളത് റിട്ടേൺ വിടാണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ വന്ന് വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഇന്ന് 23rd എന്നതാ ഞാനത് പോയി വാങ്ങി എൻ്റെ കൈ കിട്ടി. അപ്പം ഇത്രയും കഥ ഒരു ഡെലിവറി സ്റ്റോറിക്ക് പറയാനുണ്ടാവുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല. എനിക്ക് പൊതുവെ പർപ്പിൾ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത്യാവശ്യം ഒരു വർഷം മുമ്പ് എലൈറ്റ് പ്രോ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അതെൻ്റെ എക്സ്പയർ ആയി പോയിട്ട് ഏകദേശം 1 വർഷം ആവാറായി. കാരണം ഞാൻ 2 വർഷം മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്പയർ ആയി പോവാറായിട്ടുണ്ടായിരുന്നു. എക്സ്പയർ ആയി പോയി. 2 വർഷം മുമ്പ് എടുത്തത് 1 വർഷം കൊണ്ട് എൻ്റെ എക്സ്പയർ ആയി പോയി. പിന്നെ ഞാൻ ഇത് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് അവരുടെ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. നൈക്കയിൽ ഒന്നും ഞാൻ അങ്ങനെ അധികം ഓർഡർ ചെയ്യുന്ന ഒരാളല്ല. ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എനിക്ക് എപ്പോഴും ഇഷ്ടം പർപ്പിളിൽ ഓർഡർ ചെയ്യാനാണ്. എനിക്കതിൽ ഫ്രീ ബീസ് കിട്ടുന്നതും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിൽ ഇതേപോലെ തന്നെ ഇതിലും കുറച്ച് ഫ്രീ ബീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ആവശ്യം വന്ന് പോയതാണ്. അപ്പം നമുക്ക് പൊട്ടിച്ച് നോക്കാം. ബില്ലുണ്ട്. ബില്ല് നമുക്ക് വേണ്ടല്ലോ. ഈ ബില്ല് നോക്കൂ, ഇങ്ങനെയാ ബില്ല്. സെൻറ്ററിൽ നിന്നാണ് അവർ കയറിയിരിക്കുന്നത്. അതെന്തോ ആവട്ടെ. ഞാൻ ആദ്യം തന്നെ ഈ ഫോണിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പ്രൊഡക്ട്സ് എല്ലാം കാണിച്ചു തരുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇത് പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പേയ്മെൻറ്റ് കാണിച്ചു തരാം. ഇത് കണ്ടോ, 1682 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിയ ഐറ്റംസ് ആട്ടോ ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എന്താ ആദ്യം തന്നെ LA18 എന്ന് പറഞ്ഞ കമ്പനിയുടെ 0 പോപ്പ് മാറ്റ് റേഞ്ച് വരുന്ന ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് റെസ്റ്റ് സാനിയ B03 ആട്ടോ. പിന്നെ ഇതിലെ പ്രൈസ് കൊടുത്തിരിക്കുന്നത് 120 ആണ് MRP കൊടുത്തിരിക്കുന്നത്. ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയത് 88 രൂപയ്ക്കാണ്. അപ്പോൾ ഇതാട്ടോ ഫസ്റ്റ് ഐറ്റം. രണ്ടാമത്തെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് മാർസിൻ്റെ ലിപ്സ്റ്റിക് ആണ്. മാർസിൻ്റെ ഇതെന്താ പേര് കൊടുത്തിരിക്കുന്നത് നോക്കട്ടെ.
ഇത് പോപ്പ് സ്റ്റാർ എന്ന് പറഞ്ഞ വേരിയന്റ് വരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് 03 ചോറസ് ഗേൾ ആണ്. ഇതൊന്നും എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 249 ആണ്. എനിക്കിത് കിട്ടിയത് പർപ്പിളിൽ നിന്ന് വാങ്ങിയപ്പോൾ കിട്ടിയത് 213. പർപ്പിളില് രണ്ടാമത്തത് ഇതാട്ടോ. ഇത് മാർസിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. മാർസിന്റെ പോപ്പ് സ്റ്റാർ നോൺ ഡ്രൈയിങ് ലിക്വിഡ് മോസ് ലിപ്സ്റ്റിക് ആണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന റേറ്റ് വന്നിട്ട് 249 ആണ്. എനിക്ക് കിട്ടിയത് 239 റുപ്പീസിനാണ്. ഇതിൽ പറയുന്നത് അപ് ടു 12 hours ലോങ് ലാസ്റ്റിംഗ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്, നോൺ സ്റ്റിക്കി ഫോർമുലയാണെന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത ഐറ്റം ഇതാട്ടോ. ഇത് ഫേസസ് കാനഡയുടെ സ്ട്രോപ്പ് സിറം ആണ്. ഇതിപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ഏകദേശം തരംഗമായിക്കൊണ്ടിരിക്കുന്ന കുറേ പെയ്ഡ് പ്രൊമോഷനായിട്ടും അല്ലാണ്ടായിട്ടും കുറേ വൈറലായി വരുന്ന ഒരു സ്ട്രോപ്പ് സിറമാണ് ഫേസസ് കാനഡയുടെ. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസസ് കാനഡയുടെ സ്ട്രോപ്പ് സിറം 27 ml ആണ് അതിനുള്ളത്. ബ്രൈറ്റണിങ് സിറം പ്ലസ് സ്ട്രോപ്പ് ക്രീം പ്ലസ് SPF 30 സൺസ്ക്രീൻ, പിന്നെ 10% നയസിൻമേറ്റ്, റിമൂവ് ഡാർക്ക് സ്പോട്ട് ആൻഡ് ഹൈപ്പർ പിഗ്മെന്റേഷൻ, ഗ്ലോ ലിഫ്റ്റ് കോംപ്ലക്സ് ഉണ്ട്, ഇൻസ്റ്റന്റ് ഗ്ലോ. ഇത്ര ഫീച്ചേഴ്സ് ആണ് ഇതിന് പറയപ്പെടുന്നത്. നമുക്ക് നോക്കാം യൂസ് ചെയ്തിട്ട്. പിന്നെ ഇതിൽ റേറ്റ് വന്നിട്ട് 649 റുപ്പീസ് ആണ്. എനിക്കിത് കിട്ടിയത് 600 റുപ്പീസിനാണ് കേട്ടോ. പിന്നെതാ ഇതെൻ്റെ ഒരു റീപർച്ചേസിൽ വരുന്നതാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഓർഡർ ചെയ്തതാണ്. ഇത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ജെൽ സൺസ്ക്രീൻ ആണ്. ഇത് ഇതിൽ വായിക്കുകയാണെങ്കിൽ SPF 55 പ്ലസ് PA+++. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിലും ചേരുമെന്ന് പറയുന്നു. എനിക്കിത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇഷ്ടമുള്ള ഒരു സൺസ്ക്രീൻ ആയതുകൊണ്ട് ഞാനിത് ഓർഡർ ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞില്ലല്ലോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 349 ആണ്. എനിക്കിത് കിട്ടിയത് 321 റുപ്പീസിനാണ് കേട്ടോ. അടുത്തത് ഒരു ലിപ്സ്റ്റിക് ആട്ടോ. ഇത് LA18 തന്നെയാണ്. എന്തെങ്കിലും നോക്കട്ടെ. ഇത് LA18 ലിപ്പ് കളർ എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് വരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ റേറ്റ് ഇതിൽ കൊടുത്തിട്ട് വന്നിട്ട് 160 രൂപയാണ്. എനിക്കിത് കിട്ടിയത് 91 രൂപയ്ക്കാട്ടോ. ഇത് ലിക്വിഡ് ലിപ് കളറാണ്. നട്ടി ലാറ്റെ ആണ് ഷെയ്ഡിൻ്റെ പേര്. അടുത്തതാ LA18 എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ റേഞ്ച് വന്നിട്ട് അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് വന്നിട്ട് കോഡ് റെഡ് എന്ന് പറഞ്ഞ് R33 ആണ്. പിന്നെ ഇതും നമ്മൾ ആദ്യം വാങ്ങിയ പോലത്തെ തന്നെ കളർ പോപ്പ് മാറ്റിൽ വരുന്നതാണ്. അടുത്തത് കുറച്ചു കാലം മുമ്പും ഇപ്പോഴും തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഫേസസ് കാനഡ. എൻ്റെ കുറേ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു ഫേസസ് കാനഡ ഒരു ലിപ്സ്റ്റിക്ക്. അങ്ങനെ ഞാൻ വാങ്ങിയത്. അതിൻ്റെ ഷെയ്ഡ് എനിക്ക് കണ്ടിട്ട് അത്ര ഒരു പന്തിയായിട്ട് തോന്നുന്നില്ല. എനിക്ക് ചേരുന്നതായിട്ട് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് ബാവ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. കൊക്ക ക്രഷ് 07 ആണ് കേട്ടോ ഷെയ്ഡ്. വൺ സ്വൈപ്പ് ആപ്ലിക്കേഷൻ, ഹൈലി പിഗ്മെന്റഡ്, കംഫർട്ടബിൾ വെയർ, ഗ്ലൈഡ് സ്മൂത്ത്ലി, ലോങ് ലാസ്റ്റിംഗ്, ട്രാൻസ്ഫർ പ്രൂഫ്. ഇത്രയും കാര്യങ്ങൾ ഇത് പറയുന്നുണ്ട്. 299 ആട്ടോ ഇതിന്റെ റേറ്റ്. എനിക്കിത് കിട്ടിയത് 233 റുപ്പീസിനാണ്. അടുത്തത് ഫ്രീബി ആട്ടോ. ഇനി കാണിച്ചു തരാൻ പോകുന്നത് ഇത് ഡീകൺസ്ട്രക്റ്റിന്റെ സെയിം സൺസ്ക്രീൻ ഇല്ലേ? അതെ, ഇത് ഡീകൺസ്ട്രക്റ്റിന്റെ സെയിം സൺസ്ക്രീൻ ഫ്രീബി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് എത്ര ml ആണ്? ഇതിൻ്റെ അകത്ത് 5 grams ആട്ടോ ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഇതാട്ടോ സാധനം. ഇങ്ങനെ ഒരു ഷാഷയാണ് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗാർണിയർ സൂപ്പർ UV ഇൻവിസിബിൾ സിറം സൺസ്ക്രീൻ, സാമ്പിൾ വിത്ത് എഡ്യൂക്കേഷൻ ലീഫ്ലെറ്റ്, SPF 50 PA++++, UVA+B for broad spectrum, lightweight with vitamin C, no white cast, for all skin type, oily, dry, acne prone, for women and men എന്ന് പറഞ്ഞിട്ടാട്ടോ ഈ സിറം വന്നിരിക്കുന്നത്. ഇത് ഞാൻ എനിക്ക് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സെലക്ട് ചെയ്ത് നോക്കിയതാ. ഇത്രയും ചെറിയ ശേഷിട്ടാവും ഞാൻ വിചാരിച്ചില്ല. അടുത്തത് ഒരു ഫ്രീബി ആണ്. ഇത് ഗുഡ് വൈബ്സിന്റെ ഡീറ്റ് ആൻഡ് ഗ്ലോ ടോണർ ആണ്. ഉപ്ടനിൽ റേഞ്ച് വരുന്നതാണ്. ഇത് നോട്ട് ഫോർ സെയിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് പ്രൈസ് കൊടുത്തിട്ടുണ്ടോ അവിടെ? പ്രൈസ് കൊടുത്തിട്ടില്ല. ഓൺലി ഫോർ എക്സ്പോർട്ട് എന്നാ. വോളിയം 120 ml ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ലാഭമാണ്. എനിക്കിഷ്ടം ഗുഡ് വൈബ്സിന്റെ ടോണേഴ്സും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. കഴിഞ്ഞില്ലേ? ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇത് ഇങ്ങനൊരു സാധനം കൂടെ ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു അവർ ഫ്രീ ആയിട്ട് എനിക്ക് വെച്ച് തന്നതാണ് തോന്നുന്നുണ്ട്. ലാക്മിയുടെ സൺ എക്സ്പേർട്ട് അബ്സോർബ് 5 seconds ഡ്രൈ മാറ്റ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ ആണ്. ഇത് അവരെനിക്ക് അയച്ചു തന്ന കേട്ടോ. ഇത് ലാക്മി 925 സ്കിൻ പെർഫെക്റ്റ് കളക്ഷൻ സൺ എക്സ്പേർട്ട് ഡ്രൈ മാറ്റ് ഫ്ലൂയിഡ് ആണ്. 5 second ക്വിക്ക് അബ്സോർപ്ഷൻ എന്ന് പറയുന്നുണ്ട്. SPF 50 PA+++ എന്ന് പറയുന്നുണ്ട്.
ഇത്രയും സാധനങ്ങളാട്ടോ ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇത് എത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലത്തെ ലോങ് വീഡിയോസ് ഞാൻ എന്തായാലും വീക്കിലി ഒരു 2 to 3 എണ്ണം ഇടാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഹൈപ്പ് കൂടെ ചെയ്തിരിക്കണേ, മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.